അസ്സലാമു അലൈക്കും. വിശുദ്ധ ഖുർആനിലെ 25-ാം ജുസിന്റെ ആശയങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ടല്ലേ? നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ച്, നമ്മുടെ ഭാവിയെക്കുറിച്ച്. ഇതിനൊക്കെയുള്ള ഉത്തരങ്ങൾ എവിടെയാണ്? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ അത്രയധികം വില കൽപ്പിക്കുന്ന നമ്മുടെ സൗഹൃദങ്ങൾക്ക് പരലോകത്ത് എന്ത് സംഭവിക്കുമെന്ന്? നമുക്ക് ഒരുമിച്ച് ആ ഉത്തരങ്ങൾ തേടിപ്പോകാം. നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? സൂറത്ത് സുഹ്റുഫിൽ നിന്നുള്ളൊരു ചോദ്യമാണിത്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മളൊന്ന് നിന്നുപോകും. നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ ശത്രുക്കളായി മാറുമോ? ഈ ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ ജുസിലൂടെ ഒന്ന് യാത്ര ചെയ്യാം. ഇതിന്റെ ഉത്തരം തേടുമ്പോൾ ഈ ജുസിന്റെ കാതലായ സന്ദേശം തന്നെ നമുക്ക് മുന്നിൽ തെളിഞ്ഞുവരും. അപ്പോൾ നമ്മുടെ ബന്ധങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചുമൊക്കെ ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം തുടങ്ങേണ്ടത് എവിടെ നിന്നാണെന്നറിയോ? നമ്മുടെ സൃഷ്ടാവിൽ നിന്ന്, അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിലൂടെ. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല. നമ്മുടെ പരിമിതമായ ചിന്തകൾക്ക് അതീതനാണവൻ. അത് മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പടി. അള്ളാഹുവിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ നേരിടുന്നൊരു കാര്യമാണിത്. അവന്റെ ഗുണവിശേഷണങ്ങൾ ചിലപ്പോൾ നമുക്ക് വിപരീതങ്ങളായി തോന്നാം. നോക്കൂ, അവൻ അൽ ലത്തീഫാണ്. അതായത് അങ്ങേയറ്റം സൗമ്യനാണ്, എല്ലാ കാര്യങ്ങളും സൂക്ഷ്മമായി അറിയുന്നവനാണ്. അതേസമയം തന്നെ അവൻ അൽ അസീസാണ്. അതായത് സർവ്വപ്രതാപിയും, ആർക്കും കീഴ്പ്പെടുത്താൻ കഴിയാത്തവനുമാണ്. ഒരു കുഞ്ഞിന്റെ ജനനത്തിലെ ആ ഒരു അത്ഭുതം, അവിടെ നമ്മൾ അള്ളാഹുവിന്റെ ആ സൗമ്യത കാണുന്നു. നേരെമറിച്ച് ആകാശത്തൊരു ഇടിമിന്നലുണ്ടാകുമ്പോഴോ, അപ്പോൾ നമ്മൾ അവന്റെ ആ പ്രതാപം തിരിച്ചറിയുന്നു. ഈ രണ്ട് ഗുണങ്ങളും ഒരുമിച്ച് ചേർന്നവനാണ് അള്ളാഹു. അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലെ അടിസ്ഥാന തത്വം, ദ ഫൗണ്ടേഷണൽ പ്രിൻസിപ്പിൾ, ഈ ആയത്തിലാണ്. ലൈസ കമിത്ലിഹി ഷൈ. അവനെപ്പോലെ ഒന്നുമില്ല. ഒരു സൃഷ്ടിയോടും അവനെ താരതമ്യം ചെയ്യാൻ നമുക്ക് കഴിയില്ല. ഈ ഒരു ആശയം മനസ്സിൽ ഉറച്ചാൽ തന്നെ ഒരുപാട് സംശയങ്ങൾ മാറും. എന്നാൽ അതേ ശ്വാസത്തിൽ ഖുർആൻ പറയുന്നു, അവൻ നമ്മിൽ നിന്ന് ഒരുപാട് അകലെയല്ല. അവനെല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാണ്. നമ്മുടെ ഓരോ നെടുവീർപ്പും അവൻ അറിയുന്നു. ഇനി നമുക്ക് നമ്മുടെ ബന്ധങ്ങളിലേക്ക് വരാം. ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവരുമായുള്ള നമ്മുടെ ബന്ധങ്ങളുണ്ടല്ലോ, അതൊരു കണ്ണാടി പോലെയാണ്. അത് പലപ്പോഴും അള്ളാഹുവുമായുള്ള നമ്മുടെ ബന്ധത്തെയാണ് പ്രതിഫലിപ്പിക്കുന്നത്. നമ്മൾ ആദ്യം ചോദിച്ച ആ ചോദ്യമില്ലേ, സുഹൃത്തുക്കളെക്കുറിച്ചുള്ളത്, അതിൻ്റെ ഉത്തരത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഇതാണ് ആ ഒരുപക്ഷെ നമ്മളെ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം. അന്ത്യനാളിൽ നമ്മുടെ ഏറ്റവും അടുത്ത ചങ്ങാതിമാർ പോലും ശത്രുക്കളായി മാറും. എന്നാൽ ഒരു കൂട്ടർ മാത്രം ഇതിൽ നിന്ന് രക്ഷപ്പെടും. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ളവരൊഴികെ. അപ്പോൾ സ്വാഭാവികമായും അടുത്ത ചോദ്യം വരും, എന്താണ് ഈ തഖ്വയുള്ള സൗഹൃദം? നമ്മുടെ സൗഹൃദങ്ങൾ ആ ഗണത്തിൽ പെടുന്നുണ്ടോയെന്ന് എങ്ങനെ അറിയാം? അതെ, തഖ്വയിലുള്ള സൗഹൃദങ്ങൾ, അതായത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധത്തിൽ അധിഷ്ഠിതമായ ബന്ധങ്ങൾ. സിമ്പിളായി പറഞ്ഞാൽ അള്ളാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രം സ്നേഹിക്കുക, പരസ്പരം നന്മയിലേക്ക് ക്ഷണിക്കുക, കൂട്ടുകാരനിലൊരു തെറ്റ് കണ്ടാൽ സ്നേഹത്തോടെ അത് തിരുത്തിക്കൊടുക്കുക. അത്തരം സൗഹൃദങ്ങൾ ഒരുപക്ഷെ പള്ളിയിൽ വെച്ചോ, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക പഠന ക്ലാസ്സിൽ വെച്ചോ, അതുമല്ലെങ്കിൽ ഒരു നല്ല കാര്യത്തിനു വേണ്ടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴോ ഒക്കെയാവാം രൂപപ്പെടുന്നത്. അത്തരം സൗഹൃദങ്ങളാണ് ഇവിടെയും പരലോകത്തും നിലനിൽക്കുന്ന യഥാർത്ഥ നിധികൾ. മനുഷ്യരുമായുള്ള ബന്ധങ്ങൾ പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്തുമായുള്ള നമ്മുടെ ബന്ധം. നമ്മുടെ ബന്ധങ്ങൾ ഒരു അനുഗ്രഹമോ ശാപമോ ആവാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കയ്യിലുള്ള സമ്പത്തും. ഖുർആൻ വളരെ ശക്തമായൊരു ഉപമയിലൂടെയാണ് ഈ വിഷയം നമ്മളെ പഠിപ്പിക്കുന്നത്. ഇമാം ഖുർത്തുബിയുടെ അതിമനോഹരമായ ഒരു താരതമ്യമാണിത്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഒഴുകുന്ന വെള്ളം, അത് ജീവൻ നൽകുന്നു, അല്ലേ? അത് എവിടെയൊക്കെ എത്തുന്നുവോ അവിടെയെല്ലാം പച്ചപ്പും വളർച്ചയുമുണ്ടാകും. സ്വതക്കയും അതുപോലെയാണ്. അത് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു, അതിൽ ബർക്കത്ത് നിറക്കുന്നു. എന്നാൽ പിശുക്കോ, അത് കെട്ടിക്കിടക്കുന്ന വെള്ളം പോലെയാണ്. കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ എന്താണുണ്ടാവുക? രോഗാണുക്കളും നാശവും മാത്രം. ഒഴുകുന്ന വെള്ളം എന്ന ആ ആശയം പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വാക്കുകൾ കൂടുതൽ ശക്തമാക്കുന്നു. നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ സമ്പത്ത് കുറയില്ല എന്ന് 100% വിശ്വസിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥ ഈമാൻ. അത് അള്ളാഹുവിലുള്ള നമ്മുടെ വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണമാണ്. നമ്മൾ പലപ്പോഴും കേട്ടിട്ടില്ലേ, കൊടുത്തത് കാരണം ഒട്ടും പ്രതീക്ഷിക്കാത്ത വഴിയിലൂടെ സഹായം തിരികെ ലഭിച്ചവരുടെ അനുഭവങ്ങൾ? അതാണ് ഈ ഹദീസിന്റെ പൊരുൾ. അപ്പോൾ നമ്മൾ ബന്ധങ്ങളെക്കുറിച്ചും സമ്പത്തിനെക്കുറിച്ചും സംസാരിച്ചു. ഇനി നമ്മൾ വരുന്നത് ഈ ജുസയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയത്തിലേക്കാണ്. ഒരു തെരഞ്ഞെടുപ്പ്. നിങ്ങളുടെ ജീവിതമെന്ന ഈ കൃഷിയിടത്തിൽ നിങ്ങൾ എന്തിനാണ് വിത്ത് വിതക്കുന്നത്? ഈ ദുനിയാവിലെ താൽക്കാലികമായ വിളവെടുപ്പിനോ അതോ പരലോകമെന്ന അനശ്വരമായ വിളവെടുപ്പിനോ? ഖുർആൻ ജീവിതത്തെ ഒരു കൃഷിയോടാണ് ഉപമിക്കുന്നത്. ചിലർ ദുന്യാവിനു വേണ്ടി മാത്രം വിതയ്ക്കുന്നു. അവർക്കതിന്റെ ഫലം ഇവിടെ കിട്ടിയേക്കാം. പക്ഷേ പരലോകത്ത് അവർക്ക് യാതൊരു ഓഹരിയും ഉണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർ
അവർ പരലോകമെന്ന ശാശ്വതമായ വിളവെടുപ്പിനു വേണ്ടി വിതയ്ക്കുന്നു. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പരലോകത്തേക്ക് വിതയ്ക്കുക എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ മൊത്തമായി മറക്കുക എന്നല്ല കേട്ടോ അതിനർത്ഥം. മറിച്ച് നമ്മുടെ മുൻഗണന, നമ്മുടെ പ്രയോറിറ്റി ആഖിറത്തിനായിരിക്കണമെന്ന് മാത്രം. അല്ലാഹു അവരുടെ കൃഷി വർദ്ധിപ്പിക്കുമെന്ന് മാത്രമല്ല, ഈ ദുനിയാവിലും അതിന്റെ നല്ല ഫലങ്ങൾ അവർക്ക് നൽകും. ഇതാണ് ആ കൃഷിയുടെ ഉപമയുടെ ഉറവിടം. സൂറത്ത് ഷൂറായിലെ ഈ ആയത്ത് ഒരു വെറും ഉപമയല്ല, ഇത് അല്ലാഹുവിൽ നിന്നുള്ളൊരു ഡയറക്റ്റ് വാഗ്ദാനമാണ്, എ പ്രോമിസ്. ആത്മാർത്ഥമായി ആഖിറത്തിനു വേണ്ടി ആര് പരിശ്രമിക്കുന്നുവോ അവരുടെ പരിശ്രമത്തിൽ അല്ലാഹു ബർക്കത്ത് നൽകും, അത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ആഗ്രഹം എന്താണോ അത് നമ്മുടെ പ്രാർത്ഥനകളിലും കാണും. ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. നമ്മുടെ പ്രാർത്ഥനകളെ മുഴുവൻ ഈ ദുനിയാവിലെ കാര്യങ്ങൾക്ക് വേണ്ടിയാണോ അതോ പരലോക വിജയത്തിനു കൂടി അതിൽ സ്ഥാനമുണ്ടോ? അല്ലാഹുവിൻ്റെ വിതരണത്തിലെ യുക്തിയും കാരുണ്യവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെയാണ്. അല്ലാഹു നമുക്ക് നൽകുന്നത് കൃത്യമായ അളവിലാണ്. നമ്മൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൻ നൽകണമെന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, എന്താണ് നമുക്ക് ഏറ്റവും നല്ലതെന്നും ഏതാണ് നമ്മളെ നാശത്തിലേക്ക് നയിക്കുകയെന്നും അവനാണ് ഏറ്റവും നന്നായി അറിയുന്നത്. നമ്മളിൽ പലർക്കും ഈ അനുഭവം ഉണ്ടാകും, അല്ലേ? ഒരുപാട് ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോയി. പക്ഷേ കുറേ കാലം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്, അത് നടക്കാതിരുന്നത് എത്ര നന്നായി എന്ന്. അതാണ് അല്ലാഹുവിൻ്റെ ജ്ഞാനം. ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും തരാതിരിക്കുന്നതാവാം അവൻ നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാഹുവിൻ്റെ റിസ്ക് അഥവാ ഉപജീവനം എത്ര വിചിത്രമായ വഴികളിലൂടെയാണ് വരുന്നതെന്നതിന് ഇതിലും നല്ലൊരു ഉദാഹരണമുണ്ടോ? നൈൽ നദിയിലെ ഭീമാകാരനായ മുതല അതിൻ്റെ വായ തുറന്നുകൊടുക്കുന്നു. പ്ലോവർ എന്ന ചെറിയ പക്ഷി ഒരു തരിമ്പുപോലും ഭയമില്ലാതെ അതിനുള്ളിൽ കയറി മുതലയുടെ പല്ലുകൾക്കിടയിലെ മാംസാവശിഷ്ടങ്ങൾ കൊത്തിത്തിന്നുന്നു. ചിന്തിച്ചു നോക്കൂ, മുതലയ്ക്ക് പല്ലുകൾ വൃത്തിയായി കിട്ടുന്നു, പക്ഷിക്ക് വയറു നിറയെ ഭക്ഷണം കിട്ടുന്നു. എത്ര അത്ഭുതകരമായൊരു സംവിധാനം! സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അറിയുന്ന, നമുക്ക് വേണ്ടി ഏറ്റവും നല്ലത് തിരഞ്ഞെടുക്കുന്ന നമ്മുടെ റബ്ബിനോട് നമ്മൾ യഥാർത്ഥത്തിൽ എന്താണ് തേടുന്നത്? ദുനിയാവിൻ്റെ നൈമിഷികമായ സന്തോഷങ്ങളോ അതോ ആഖിറത്തിലെ അനശ്വരമായ വിജയമോ? ഈയൊരു ചിന്തയോടുകൂടി നമുക്ക് ഈ വിഷയം ഇവിടെ നിർത്താം. അസ്സലാമു അലൈക്കും.